പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലസ്ഥാന സന്ദർശനത്തിന് പിന്നാലെ കേരള രാഷ്ട്രീയത്തിൽ പുതിയ പോർമുഖം തുറക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ വികസനവുമായി ബന്ധപ്പെട്ട ബി.ജെ.പി നൽകിയ വാഗ്ദാനങ്ങളെ പരിഹസിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയതോടെ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വേദികളിലും ചർച്ചകൾ കൊഴുക്കുകയാണ്. ഇനി ഞാനൊരു വാക്ക് പറയട്ടെ, ബ്ലൂ പ്രിന്റ് എന്ന ഒറ്റവരി കുറിപ്പിലൂടെയാണ് മന്ത്രി ശിവൻകുട്ടി ബി.ജെ.പി നേതൃത്വത്തെ ട്രോൾ ചെയ്ത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ലഭിച്ചാൽ 45 ദിവസത്തിനകം നഗരവികസനത്തിന്റെ സമഗ്രമായ രൂപരേഖ അഥവാ ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രിയെ കൊണ്ട് പുറത്തിറക്കുമെന്നായിരുന്നു ബി.ജെ.പിയുടെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം. തിരുവനന്തപുരത്തിന്റെ വികസന മാതൃകകൾ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുമെന്നും മോദിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നഗരം മാറുമെന്നും ബി.ജെ.പി നേരത്തെ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നഗരത്തിലെത്തി മടങ്ങിയിട്ടും അത്തരമൊരു ഔദ്യോഗിക ബ്ലൂ പ്രിന്റ് പ്രകാശനം നടക്കാത്തതാണ് മന്ത്രിയുടെ പരിഹാസത്തിന് കാരണമായത്. അതേസമയം മന്ത്രിയുടെ പരിഹാസത്തിന് അക്കമിട്ട് മറുപടി നൽകി തിരുവനന്തപുരം മേയർ വി രാജേഷ് രംഗത്തെത്തി. വെറും 15 ദിവസം കൊണ്ട് തന്നെ നഗര വികസനത്തിനുള്ള കൃത്യമായ രൂപരേഖ ബി.ജെ.പി തയ്യാറാക്കിയെന്നും അത് പ്രധാനമന്ത്രിക്ക് നേരിട്ട് സമർപ്പിച്ചുവെന്നും മേയർ വ്യക്തമാക്കി. 2030 തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ തന്നെ മികച്ച 3 നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുക എന്ന ബൃഹത്തായ ലക്ഷ്യമാണ് ബി.ജെ.പി മുന്നോട്ട് വെക്കുന്നതെന്ന് വി രാജേഷ് പറഞ്ഞു. നഗരസഭയുടെ വികസന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്നും കേന്ദ്ര സഹായത്തോടെ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്ത് എത്തിക്കുമെന്ന വാക്ക് ബി.ജെ.പി പാലിച്ചുവെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടി. LDF സർക്കാരിന്റെ അഴിമതികളെയും സ്വർണ്ണക്കടത്ത് വിവാദങ്ങളെയും പരാമർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. സ്വർണ്ണക്കടത്ത് നടത്തിയവർ എന്തിനാണ് സോണിയാഗാന്ധിയും CPM കേന്ദ്ര നേതാക്കളെയും കാണുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. കേരളത്തിലെ ഭരണകക്ഷിയും കോൺഗ്രസും തമ്മിലുള്ള രഹസ്യ ധാരണകളെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ബി.ജെ.പിയുടെ സ്വീകരണ ചടങ്ങിൽ പ്രധാനമന്ത്രിക്ക് അയ്യപ്പ വിഗ്രഹം സമ്മാനിച്ചാണ് പ്രവർത്തകർ വരവേറ്റത്. തലസ്ഥാന നഗരിയിലെ വികസന മുരടിപ്പിന് ബി.ജെ.പി ഭരണം അവസാനമിടുമെന്ന സന്ദേശമാണ് ചടങ്ങിലുടനീളം പ്രതിഫലിച്ചത്. വേദിയിൽ വെച്ച തിരുവനന്തപുരം മേയർ വി രാജേഷിന്റെ കൈ പിടിച്ചുയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചത് അണികൾക്ക് വലിയ ആവേശമായി. തലസ്ഥാന നഗരിയിൽ ബി.ജെ.പിക്ക് ലഭിച്ച ഈ അംഗീകാരം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പാർട്ടി കരുതുന്നു. നഗരത്തിന്റെ ഗതാഗത പ്രശ്നങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജനം, കുടിവെള്ള ലഭ്യത എന്നിവ പരിഹരിക്കാനുള്ള പദ്ധതികൾ സമർപ്പിച്ച ബ്ലൂ പ്രിന്റിൽ ഉണ്ടെന്നാണ് ബി.ജെ.പി വൃത്തങ്ങൾ നൽകുന്ന വിവരം. എന്നാൽ ഇത് പരസ്യപ്പെടുത്താത്തത് എന്താണെന്നാണ് ഇടതുപക്ഷത്തിന്റെ ചോദ്യം. മന്ത്രി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. വികസനത്തിന്റെ കാര്യത്തിൽ ബി.ജെ.പി വെറും വാചക കസർത്ത് നടത്തുകയാണെന്ന് LDF ആരോപിക്കുമ്പോൾ കേന്ദ്ര പദ്ധതികൾ അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ബി.ജെ.പിയും തിരിച്ചടിക്കുന്നു. തിരുവനന്തപുരം വിമാനത്താവള വികസനം, വിഴിഞ്ഞം തുറമുഖം തുടങ്ങിയ വലിയ പദ്ധതികളിൽ മോദി സർക്കാർ കാണിക്കുന്ന താല്പര്യത്തെക്കുറിച്ച് ബി.ജെ.പി നേതാക്കൾ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. നഗരസഭയിൽ കൂടി അധികാരം ഉറപ്പിച്ചാൽ വികസനം ഇരട്ടിയാകുമെന്നാണ് ഇവരുടെ വാദം. മേയർ രാജേഷിനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചത് തിരുവനന്തപുരത്തെ ബി.ജെ.പി ഭരണത്തിന് ലഭിച്ച സർട്ടിഫിക്കറ്റ് ആയാണ് പാർട്ടി വ്യാഖ്യാനിക്കുന്നത്. യുവാക്കളെയും സാധാരണക്കാരെയും ആകർഷിക്കുന്ന പദ്ധതികൾ രൂപരേഖയിലുണ്ടെന്നും അവർ അവകാശപ്പെടുന്നു. ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുള്ള ഈ വാക്പോര് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. ബ്ലൂ പ്രിന്റ് വിവാദം തിരുവനന്തപുരം കോർപ്പറേഷനിലെ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടുതൽ ചൂട് പിടിപ്പിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുന്ന നിലപാടാണ് ബി.ജെ.പി സ്വീകരിക്കുന്നതെന്ന് ഇടത് നേതാക്കൾ ആവർത്തിക്കുന്നു. എന്നാൽ ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ ഗുണങ്ങൾ കേരളത്തിൽ ലഭ്യമാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് ബി.ജെ.പി നേതൃത്വം വ്യക്തമാക്കുന്നു. മോദിയുടെ സന്ദർശനം ബി.ജെ.പി പ്രവർത്തകർക്ക് വലിയ ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത്. നഗരവികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പരിഗണന തിരുവനന്തപുരത്തിന് ലഭിക്കുമെന്ന് നേതാക്കൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതേസമയം സാമൂഹിക മാധ്യമങ്ങളിൽ ബ്ലൂ പ്രിന്റ് എന്ന വാക്ക് ഇപ്പോൾ ട്രോളുകളായും ചർച്ചകളായും നിറയുകയാണ്. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് പ്രായോഗികമായ വികസന പ്രവർത്തനങ്ങളിലൂടെ മറുപടി നൽകാനാണ് വി രാജേഷിന്റെ നീക്കം. തിരുവനന്തപുരത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വൻ നിക്ഷേപങ്ങൾ കേന്ദ്രം മാറ്റിവെച്ചിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ സഹകരണമില്ലായ്മയാണ് പല പദ്ധതികളും വൈകാൻ കാരണമെന്നും അദ്ദേഹം ആരോപിച്ചു. ഭാവിയിലെ നഗരവികസനം ലക്ഷ്യമിട്ടിട്ടുള്ള 2030 വിഷൻ പ്ലാൻ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ബി.ജെ.പി ഇനി ശ്രമിക്കുക. ഇതിനെതിരെ രാഷ്ട്രീയമായും ഭരണപരമായും പ്രതിരോധം തീർക്കാനാണ് മന്ത്രി വി ശിവൻകുട്ടിയും സംഘവും ഒരുങ്ങുന്നത്. ചുരുക്കത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അവസാനിച്ചെങ്കിലും തിരുവനന്തപുരത്തെ വികസന ചർച്ചകളും രാഷ്ട്രീയ വിവാദങ്ങളും പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ബ്ലൂ പ്രിന്റ് ഉണ്ടോ ഇല്ലയോ എന്ന തർക്കം വരാനിരിക്കുന്ന പോരാട്ടങ്ങളുടെ സൂചന മാത്രമാണ്.